ഒരു പ്രവാസിയായ ഒരു സുഹൃത്ത് നാട്ടിലുള്ള ഭാര്യയുടെ, അതായത് ഇപ്പോൾ അവർ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അതിനൊരു ഇസ്ലാമിക വിധി, ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ശരീരമൊക്കെ ഒന്ന് കാണിക്കാം എന്നുള്ള ഒരു ഇതിൽ അതിൻ്റെ ഒരു വിധി, ഇസ്ലാമിക വിധി എന്താണെന്നാണ് അദ്ദേഹത്തിന് ചോദിക്കാനുള്ളത്. വലിയ പ്രയാസം ഉണ്ടാവുമല്ലോ, 2 വർഷമൊക്കെ 3 വർഷം കഴിഞ്ഞിട്ടൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ ഭാര്യയുടെ ഒരു ചാറ്റിങ്ങിൽ ഇതിപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ എവിടെയാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചാകുമ്പോൾ നമ്മുടെ സ്വകാര്യതകളെ രഹസ്യമാക്കാൻ, അതിൻ്റെ പ്രൈവസി പരമാവധി കാത്തു സൂക്ഷിക്കണം എന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മക്കളെ പ്രായപൂർത്തിയായാൽ മാറ്റിക്കിടത്തുന്നത്. അതായത് 3 സന്ദർഭങ്ങൾ മാതാപിതാക്കളുടെ റൂമിലേക്ക് പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് പോലും വരാൻ പാടില്ലാത്ത അവസ്ഥകൾ നിശ്ചയിച്ചത് സലാസു ഔറാത്ത് എന്നാണ്. 3 സ്വകാര്യ സന്ദർഭങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നമ്മളുടെ ആ ഒരു സ്വകാര്യത പരമാവധി സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കോള്, ഫോണ്, ഇതൊക്കെ എത്രമാത്രം സുരക്ഷിതമാണ് എന്ന് നമ്മൾ ആലോചിക്കണമല്ലോ. അപ്പോൾ 1% ചാൻസ് ആണെങ്കിലും എന്താ വെച്ചാൽ ഈ ചാറ്റിംഗ് ഒക്കെ പുറത്തു പോയാൽ എത്ര അപകടകരമായിരിക്കും. ഇത് നമ്മുടെ ഒരു സുഹൃത്ത് അത് രണ്ടാമതൊന്ന് എടുത്തു നോക്കാൻ ഇടയായാൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു കോള് ആരെങ്കിലും കാണാനിടയായാൽ, അല്ലെങ്കിൽ നമ്മുടെ കോളുകൾ ആരെങ്കിലും നമ്മുടെ ഫോണിനെ ഹാക്ക് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായാൽ എത്രമാത്രം അപകടകരമാണ്. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ 100% നമുക്കതെന്താണ്, ഒരു നിലക്കും പോവില്ലെന്ന് ഉറപ്പ് വരുത്തണം. കാരണം നമ്മുടെ സ്വകാര്യത മറ്റൊരാളിലേക്ക് പോകാൻ പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഈ സംസാരിക്കുക, വീഡിയോ കോൾ ചെയ്യുക, നമ്മുടെ സ്വകാര്യതകൾ ദർശിക്കുക, അവിടെയൊക്കെ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഒരു ശാരീരികമായ മാനസികമായ ബന്ധങ്ങൾക്കുള്ള പ്രചോദനങ്ങളെ ഉണ്ടാക്കുകയാണല്ലോ ചെയ്യണം. ഇപ്പോൾ ഈ പ്രചോദനങ്ങൾ ശക്തമാകുമ്പോൾ എന്താകും, രണ്ടാൾക്കും 2 ഭാഗത്തുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, അത് 2 പേരെയും തെറ്റിലേക്ക് പോകാൻ. കാരണം ഇവിടെ എന്താ വെച്ചാൽ ഒരു പ്രചോദിപ്പിക്കൽ മാത്രമേ നടക്കണുള്ളൂ. അപ്പോൾ അതിൻ്റെ നിർവഹണം അവിഹിതമായി സംഭവിച്ചാൽ തീർച്ചയായും അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കില്ലേ. അപ്പോൾ 2 പേർക്കും ഒന്നിച്ച് കാണാനും സംസാരിക്കാനും കഴിയാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ, അതൊരു ലിമിറ്റിൽ ഒതുക്കുകയാണെങ്കിൽ അവർക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ ആ പരിധിക്കപ്പുറത്തേക്ക് പോയാൽ രണ്ടാളുടെയും കൺട്രോളുകൾ എന്ത് ചെയ്യും, തെറ്റും. കാരണം ഈ ഭർത്താവിൻ്റെ കൂടെ നിൽക്കാൻ സാധ്യമാവാത്ത ഒരവസ്ഥയിൽ ഞാൻ മരിച്ചാലോ എന്ന് വിചാരിച്ചു പോയി എന്നൊക്കെ ചില സഹോദരിമാർ അവരുടെ വിഷമം പറഞ്ഞ് വോയിസ് ഇടുന്നതിൽ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ഇത്തരത്തിലുള്ള പ്രചോദനങ്ങളും പ്രേരണകളും ഉണ്ടാക്കി അവസരങ്ങളില്ലാതാക്കുക എന്നുള്ളതും വളരെ ഗൗരവമുള്ള കാര്യമാണ്. പരമാവധി കൂടെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നാട്ടിൽ വന്ന് നിൽക്കാനോ നിവൃത്തിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരെന്ത് ചെയ്യുക, നാട്ടിലെന്തെങ്കിലും ചെറിയ ജോലി ചെയ്തുള്ള വരുമാനം കൊണ്ട് ജീവിക്കാനോ ഒക്കെ ശ്രമിച്ച് ഒപ്പമാകാൻ ശ്രമിക്കലാണ് ശരിയായ പരിഹാരം. അത് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റും. മറ്റേലൊക്കെ ചില സൂക്ഷ്മതക്കുറവുകളും അപകടങ്ങളുമുണ്ട്. പാടില്ല എന്ന് പറയാത്തത് ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നും പാടില്ലാത്തതില്ല. അതുകൊണ്ട് അവർക്ക് ഏത് രൂപത്തിലും ഇടപഴകാൻ അനുവാദമുള്ളത് കൊണ്ട് പാടില്ല എന്ന് പറയാൻ, ഞാൻ എൻ്റെ ഭാര്യയെ കാണുന്നതിന് എന്തെന്നൊരാൾ ചോദിച്ചാൽ നമുക്കതിന് മറുപടി പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ പല സുരക്ഷിതത്വ പ്രശ്നങ്ങളുമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് നിയന്ത്രണം പാലിക്കലായിരിക്കും നന്നായിരിക്കുക എന്നാണ് അഭിപ്രായം. തീർച്ചയായിട്ടും ഇതിലൊന്നും സുരക്ഷിതമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും. പക്ഷേ ബഹുഭൂരിപക്ഷ ആളുകൾക്കും ഇപ്പോൾ വാട്സപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് നമ്മുടേതാക്കി മാറ്റുമ്പോൾ അതിൽ പല ചോദ്യങ്ങളുണ്ട്. കുറേ ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. അത് അവർ ചോദിക്കുന്നത് നിങ്ങളുടെ രഹസ്യ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോർത്തും അവർ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ അഗ്രി കൊടുത്തിട്ട് എന്താണ്, ആർക്കും ഇത് അറിയില്ല, എല്ലാവർക്കും ഇങ്ങനെ നെക്കി കൊടുക്കുക, അത് ഓക്കെ അടിക്കുക എന്നാണ്. അപ്പോൾ ഇത് സുരക്ഷിതമല്ല എന്നുള്ളത് 100% ഉറപ്പാണ് ആ വിഷയത്തിൽ. അപ്പോൾ എല്ലാവരും ആ വിഷയത്തിലൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതായിരിക്കും എല്ലാവർക്കും നല്ലത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.